നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്നത് ഒടുവിൽ അലീന ശരണ്യെ സമാധാനിപ്പിക്കുകയാണ്. ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും ഒന്നും തനിക്ക് സംഭവിച്ചിട്ടില്ല എന്നൊക്കെ ഒന്ന് അവളുടെ മനസ്സിനെ ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അലീന പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ഒടുവിൽ അലീന ശരണ്യോട് പറഞ്ഞു, മോളെ നിൻ്റെ തെറ്റൊന്നുമല്ല, ഈ പ്രായത്തിൽ ഇങ്ങനെ പ്രേമവും കാര്യങ്ങളൊക്കെ സർവ്വസാധാരണമാണ്, ഉണ്ടാകുന്നതാണ്. പിന്നെ അവന്മാർ കൊണ്ട് ചതിച്ചേന് ഇപ്പം നിന്നെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവളെ ചേർത്ത് പിടിക്കുകയാണ്. ആ സമയത്ത് ശരണ്യയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ശരണ്യയുടെ അമ്മ അങ്ങോട്ട് വന്നു. ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോൾ ശരണ്യയുടെ അമ്മയ്ക്ക് എന്തോ വല്ലാത്തൊരു സമാധാനം തോന്നി. പിന്നീട് ശരണ്യയോട് അലീന ചോദിച്ചു, മോളെ ആഹാരം കഴിച്ചായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോഴേക്ക് ശരണ്യയുടെ അമ്മ പറഞ്ഞു, അവളൊന്നും കഴിച്ചിട്ടില്ല, അവളോട് ഞാൻ കഴിക്കാൻ പറഞ്ഞിട്ട് കഴിക്കാൻ കൂട്ടാക്കിയില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലീന പറഞ്ഞു, ആൻറ്റി ഒരു കാര്യം ചെയ്യുക, അതെ ശരണ്യയ്ക്ക് കഴിക്കാനുള്ള ആഹാരം എടുത്തുകൊണ്ട് പോവാ, ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞു. ഞാൻ കൊടുത്തിട്ടുണ്ട്, അവൾ കഴിക്കും, എനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം ശരണ്യയുടെ അമ്മ അകത്തേക്ക് പോയി അവൾക്ക് കഴിക്കാനുള്ള ആഹാരമൊക്കെ എടുത്തുകൊണ്ട് വരുവാണ്. പിന്നീട് അലീന പറഞ്ഞു, മോളെ കഴിക്കാൻ പറഞ്ഞു. പക്ഷേ ശരണ്യ പറഞ്ഞു, വേണ്ട ചേച്ചി, എനിക്ക് വിശപ്പില്ല എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാന്നേ, മോള് കഴിക്കാതിരിക്കരുമെന്ന് പറഞ്ഞു. വേണ്ട ചേച്ചി, എനിക്ക് വിശക്കുന്നില്ല എന്ന് പറഞ്ഞു. ആഹാ അങ്ങനെയാണോ, എന്നൊരു കാര്യം ചെയ്യാം, ഞാൻ വാരി തരാമെന്ന് പറഞ്ഞു. അതെ മോളെ വായെന്ന് തുറക്കാൻ പറഞ്ഞു. അങ്ങനെ ഒടുവിൽ അലീന ശരണ്യയ്ക്ക് വാരി കൊടുക്കുകയാണ്. അലീന ഭാര്യ കൊടുത്തേച്ചപ്പോൾ ശരണ്യയ്ക്ക് കഴിക്കാതിരിക്കാൻ പറ്റില്ല. അത്ര നല്ല സ്നേഹത്തോടു കൂടിയിട്ടാണ് അലീന ശരണ്യയ്ക്ക് ഭാര്യ കൊടുക്കുന്നത്. ആ സമയം ശരണ്യയുടെ അമ്മയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. പാവം, തൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ഇവൾ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. അവളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് എന്തോ പ്രത്യേക ഒരു പോസിറ്റീവ് എനർജി ഇവളിലുണ്ടെന്ന് ഉള്ള സത്യം അലീനയുടെ അമ്മ ആ സമയത്ത് തിരിച്ചറിഞ്ഞു. ഒരുപക്ഷെ എണീക്കാൻ പോലും വയ്യാതെ ശരണ്യ കിടന്നാണ്. എഴുന്നേൽക്കുന്നില്ല, താനിവിടെ കിടന്നോളാം, താൻ മരിച്ചോളാം എന്നൊക്കെ പറഞ്ഞിരുന്ന. പക്ഷേ എങ്കിൽ പെട്ടെന്നാണ് അവൾക്ക് ഇത്ര വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായത്. അതല്ല അലീനയുടെ ഒരേ ഇത് കാരണമാണ്, അലീന കാരണമാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത്. അലീന വന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇപ്പോഴും തൻ്റെ മോളെ കിടപ്പ് കിടന്നേനം എന്ന് ശരണ്യയുടെ അമ്മ തിരിച്ചറിയുന്നുണ്ടായിരുന്നു. പിന്നീട് അവർ നേരെ പുറത്തേക്ക് കഴിഞ്ഞപ്പോഴത്തേനും ശരണ്യയുടെ അച്ഛനും സഹോദരനും ഒക്കെ ഉണ്ടായിരുന്നു. അവരുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, എന്താണെന്നറിയത്തില്ല, ആ കൊച്ചു വന്നതിന് ശേഷം മോൾക്ക് നല്ല മാറ്റം ഉണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം ശരണ്യയുടെ അച്ഛൻ ചോദിച്ചു, എന്താണ് നീ പറയണമെന്ന് ചോദിച്ചു. അതെ, ആഹാരം പോലും കഴിക്കാൻ കൂട്ടാക്കാതെ കിടന്നല്ലേ, അതുമാത്രമല്ല എഴുന്നേക്കത്ത് പോലും ഇല്ലായിരുന്നല്ലോ മോള്, ഇപ്പോഴാണ്ട് എഴുന്നേറ്റ് ആഹാരമൊക്കെ കഴിക്കുന്നുണ്ട്. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ആ കൊച്ചു ഇവിടെ വരാൻ തുടങ്ങിയതിന് ശേഷം ഈ മാറ്റം എന്താണെങ്കിലും ആ കൊച്ചു കുറച്ച് ദിവസം കൂടെ വരുവാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ മോൾക്കൊരു മാറ്റം ഉണ്ടാവും. മോള് ജീവിതത്തിലേക്ക് മടങ്ങി വരും. എനിക്കറിയാം അവൾക്ക് നമ്മുടെ മോളെ കൈ പിടിച്ച് ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ സാധിക്കുമെന്ന്. അതേ സമയത്ത് ബാലേന്ദ്രന് കഴിക്കാനുള്ള ആഹാരമൊക്കെ കൃഷ്ണമോൾ എടുത്ത് കൊടുക്കുകയാണ്. അപ്പോഴേക്കും ബാലേന്ദ്രൻ ചോദിച്ചു, അല്ല അലീനെ വിളിക്കോ മറ്റോ ചെയ്തായിരുന്നു എന്ന് ചോദിച്ചു. ഇല്ല വിളിച്ചില്ല എന്ന് പറയണം. ഈ സമയത്ത് ബാലേന്ദ്രൻ പറഞ്ഞു, അവളോട് പോവണ്ടെന്ന് പറഞ്ഞാൽ അതെങ്ങനെ പോവണ്ടെന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല, അവൾക്ക് അങ്ങോട്ടേക്ക് പോയേ മതിയാവുള്ളൂ പറഞ്ഞു. കൃഷ്ണമോള് പറഞ്ഞു, അതെ അലീന ചേച്ചിനെ കുറിച്ച് അച്ഛനറിയാലോ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ്രോഹിച്ചവരോടൊപ്പം അലീന ചേച്ചി നിൽക്കുന്നത്, ദ്രോഹിച്ചവരോടൊപ്പം അല്ല അലീന ചേച്ചി നിൽക്കുന്നത്, ദ്രോഹിക്ക് പെട്ടവരുടെ ഒപ്പമാണ് നിൽക്കുന്നത്. അതുകൊണ്ടല്ലേ ആ ചേച്ചിയോടൊപ്പം നിൽക്കുന്നത്. കാര്യം പറഞ്ഞ രോഹിത്തേട്ടനും ഹരിയേട്ടനും ഒക്കെയാണ് ദ്രോഹിച്ചത്. പക്ഷേങ്കിൽ ആ ചേച്ചി ജീവിതത്തിലേക്ക് കൈ പിടിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അലീന ചേച്ചി അങ്ങോട്ടേക്ക് പോയിരിക്കുന്നത്. എനിക്ക് ഉറപ്പുണ്ടച്ചാ, ഒരു പക്ഷേങ്കിൽ അലീന ചേച്ചിക്ക് ആ ചേച്ചിയെ രക്ഷിക്കാൻ പറ്റുമെന്ന്. അത് കേട്ടപ്പം ബാലേന്ദ്രൻ പറഞ്ഞു, അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അവൾ അവിടെ പോയിട്ട് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ, അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും ആ വീട്ടുകാരുടെ പ്രതികരണം എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല. ഇന്നലെ തന്നെ നീ കണ്ടതല്ലേ ആ വീഡിയോസും കാര്യങ്ങളൊക്കെ, അലീനയെ തീ കൊളുത്തി കൊല്ലാനായിട്ട് അവർ ശ്രമിച്ച, ഇന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവത്തില്ലെന്ന് ആര് കണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും കൃഷ്ണമോൾ പറഞ്ഞു, അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല ചാ, അലീന ചേച്ചിയുടെ സ്വഭാവത്തെക്കുറിച്ച് അറിയാലോ, അലീന ചേച്ചിക്ക് എല്ലാവരെയും ശാന്തരാക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ട്. എന്തിനേറെ പറയുന്നു, ആ വർമ്മ സാറിൻ്റെ റിങ്കു എന്ന് പറയുന്ന നായ എല്ലാവരുടെ നേർക്ക് കുറച്ച് ചാടി വരുന്നതല്ലേ, പക്ഷേ അലീന ചേച്ചിയുടെ മുന്നിൽ മാത്രം എത്ര നല്ല പാവത്തം കാണിച്ചു, പൂച്ചക്കുട്ടിയെ പോലെയല്ലേ അവൻ നിൽക്കുന്നേ. അതാ പറഞ്ഞ അലീന ചേച്ചിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തോ ഒരു പ്രത്യേക കഴിവുണ്ട്. ആൾക്കാരെ കയ്യിലെടുക്കാനായിട്ട് അലീന ചേച്ചിക്ക് പെട്ടെന്ന് തന്നെ സാധിക്കും. ആൾക്കാരൊക്കെ അലീന ചേച്ചിയുടെ മുന്നിൽ, ഒരുമാതിരിപ്പെട്ടവരൊക്കെ അലീന ചേച്ചിയുടെ മുന്നിൽ ശാന്തരാവെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, കാര്യമൊക്കെ കാര്യം തന്നെയാണ്, പക്ഷേ നിൻ്റെ അമ്മ ഇതുവരെയായിട്ടും അങ്ങനെയല്ലോ, നിൻ്റെ അമ്മയ്ക്ക് ഇതിലായിട്ടൊരു മാറ്റം ഇല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും കൃഷ്ണമോൾ പറഞ്ഞു, അത് പറഞ്ഞിട്ട് കാര്യമില്ല, അമ്മ ഈ ജന്മത്തിൽ മാറാൻ പോകുന്നില്ല, അതിപ്പോൾ അലീന ചേച്ചിയല്ല, സാക്ഷാൽ ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും അമ്മ മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല അച്ഛാ. അങ്ങനെ ഒരു മാറ്റം എന്താണെങ്കിലും അമ്മയുടെ ഭാഗത്തുനിന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും വേണ്ടെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പം കൃഷ്ണനെ മണിശങ്കർ വിളിക്കുകയാണ്.
മനു വിളിച്ചിട്ട് ചോദിച്ചു, അല്ല അലീന എന്തിയെ അവളെ വിളിച്ചിട്ട് കിട്ടുന്നില്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും കൃഷ്ണമോള് പറഞ്ഞു, അത് പിന്നെ ചേച്ചി ശരണ്യേച്ചിയുടെ വീട്ടിൽ പോയെന്ന് പറഞ്ഞു. ഇന്നും അങ്ങോട്ടേക്ക് പോയെന്ന് വെച്ചു. അതെ ഇന്നും പോയെന്ന് പറഞ്ഞു. അല്ല അവൾ ആരോട് ചോദിച്ചിട്ടാ ഇന്നും പോയതാ? അച്ഛനോട് പറഞ്ഞിട്ടാ പോയിരിക്കുന്നതെന്ന് പറഞ്ഞു. ഓഹോ, അല്ല എപ്പോഴാണ് പോയെന്നൊക്കെ ചോദിച്ചു. അതെ രാവിലെ കഴിഞ്ഞപ്പോൾ പോയതാ, പക്ഷേ ഇതുവരെ ആയിട്ടും വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും മനു ചോദിച്ചു, വിളിക്കോ മറ്റോ ചെയ്തോന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. മനുവിന് ആകെപ്പാടെ ടെൻഷനായി. മണിശങ്കർ പറഞ്ഞു, ഇന്നും ഒരു വിടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അങ്കിൾ എന്തിനാ ഇന്ന് വിട്ടേന്ന് ചോദിച്ചു. അത് പിന്നെ അലീന ചേച്ചി പോകണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ച് പോയതാ. അവളോട് എത്ര പറഞ്ഞാലും അവളുടെ തലയിലേക്ക് കയറത്തില്ല. ഇന്നലെ അവിടെ ചെന്നപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായത്. ഇന്ന് അതുപോലെ എന്തെങ്കിലും ഉണ്ടാവില്ലെന്ന് ആര് കണ്ടു? ഇന്നിപ്പോൾ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാറോ മറ്റോ ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ ഇന്നലെ അവർക്ക് പാളിപ്പോയി. പക്ഷേ ഇന്ന് അങ്ങനെയൊന്നും ആയിരിക്കില്ല. ആ പെങ്കുച്ചിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അവരുടെ പ്രതികരണം എങ്ങനെയാണെന്ന് നിൽക്കുന്നു അറിയത്തില്ല. അവളിത് എന്ത് ഭാവിച്ചാന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും കൃഷ്ണമോള് പറഞ്ഞു, ഇന്ന് അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല മനുവേട്ട. അലീന ചേച്ചി അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പറ്റില്ല എന്നൊക്കെ നമ്മൾ പറയുന്നു, പക്ഷെ അങ്ങനെയൊന്നും ആയിരിക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് മണിശങ്കർ വിളിക്കുകയാണ്. പക്ഷേ അലീനയെ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. മണിശങ്കറിന് ആകെപ്പാടെ ടെൻഷനായി. ഇനിയിപ്പോൾ അവിടെ ചെന്ന് ഇന്നലത്തെ പോലെ വല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായോ എന്നൊരു ചിന്തയായിരുന്നു മനുവിൻ്റെ മനസ്സിന്നറിയും. ദൈവമേ അങ്ങനെയൊന്നും ഉണ്ടാവരുത്. എന്തോ മനുശങ്കറിന് വല്ലാത്തൊരു ടെൻഷനായിപ്പോയി. അലീനയ്ക്കൊരു പോറൽ പോലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മനുശങ്കറിന് അത് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. അതേ സമയത്ത് വൈജയന്തിയുടെ കമലയുടെ അടുത്തേക്ക് ശിവശങ്കരൻ വരുവാണ്. വക്കീലിനെ കാണാൻ പോയിട്ട് വരുന്ന വരവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും വൈജി ചോദിച്ചു, എങ്ങനെയായി ശിവേട്ട കാര്യങ്ങൾ? വക്കീലിനെ കണ്ടിട്ട് ജാമ്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചോ? എങ്ങനെയായെന്നൊക്കെ ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശിവശങ്കരൻ പറഞ്ഞു, വക്കീലിനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അത്ര പെട്ടെന്നൊന്നും ജാമ്യം കിട്ടത്തില്ലാത്ത കേസാണ്. 30 ദിവസം എന്തായാലും റിമാൻഡിൽ കഴിയണം. അതിനുശേഷം എന്തായാലും പറയാൻ പറ്റുള്ളൂ. പിന്നെ അത് മാത്രമല്ല, ആ പീഡിക്കപ്പെട്ട പെൺകുട്ടി ഉണ്ടല്ലോ ശരണ്യ എന്ന് പറയുന്ന, അവളുടെ മൊഴി അനുസരിച്ചിരിക്കും കാര്യങ്ങൾ. അവൾ പറയുന്ന പോലെ ആയിരിക്കും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു. ഒരു പക്ഷേ അവൾ മൊഴി കൊടുക്കുന്ന അനുസരിച്ചായിരിക്കും ഇനി അവർ പുറത്തേക്ക് ഇറങ്ങണോ അതോ അകത്തേക്ക് പോകണോ എന്നൊക്കെ തീരുമാനിക്കണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വൈജ പറഞ്ഞു, ഇനിയിപ്പോൾ അവൾ മൊഴി അവർക്കെതിരെ കൊടുത്താലോ? എതിരെ കൊടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും കേസും കൂട്ടമായിട്ട് മുന്നോട്ട് പോകും, ജയിലിൽ കിടക്കേണ്ടതായിട്ട് വരുമെന്ന് പറഞ്ഞു. കമൽ പറഞ്ഞു, ഏത് സമയത്താണോ എന്തോ ഇങ്ങനെയൊരു പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് പറഞ്ഞു. ഈ സമയം വൈജയന്തി പറഞ്ഞു, ശിവേട്ട എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ ഈ കിടപ്പല്ലേ, ഇവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ പറ്റുമായിരുന്നെങ്കിൽ എനിക്ക് എന്തേലും ചെയ്യാൻ പറ്റുമായിരുന്നു പറഞ്ഞു. അപ്പോഴേക്ക് ശിവശങ്കരൻ പറഞ്ഞു, നീ എന്ത് ചെയ്യുന്ന പറയുന്നത്? നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ തന്നെ ഇവിടെ ഞങ്ങൾ 2 കാലം ഓടി നടത്തിയിട്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. നീ ഇപ്പോൾ എഴുന്നേറ്റ് വന്നാലും വൈജയ് ഇതുപോലെയൊക്കെ നിനക്കും ചെയ്യാൻ പറ്റുള്ളൂ, കൂടുതലായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ആര് ചെന്നാലും അങ്ങനെ പുറത്തിറക്കിക്കൊണ്ട് വരാൻ പറ്റുന്ന കാര്യമല്ല, നിനക്കറിയാലോ. ഇത് നിസ്സാര കാര്യമൊന്നും അല്ലെന്ന് പറഞ്ഞു. ഭാഗ്യത്തിന് ആ പെങ്കുച്ചിന് 18 വയസ്സ് പൂർത്തിയായതുകൊണ്ട് പോക്സോ കേസ് ആകത്തില്ല, അല്ലായിരുന്നെങ്കിലോ പോക്സോ കേസ് ആയേനോന്ന് പറഞ്ഞു. അപ്പോഴേക്കും വൈജു പറഞ്ഞു, അല്ല അത് +2 പഠിക്കുന്ന കുട്ടിയാണെന്ന് കണ്ടല്ലേ പറഞ്ഞത്? +2 പഠിക്കുന്ന, പക്ഷേ അതിന് പ്രായമുണ്ട്, ബർത്ത് സർട്ടിഫിക്കറ്റിൽ പ്രായമുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു, അല്ലായിരുന്നെങ്കിൽ ആ കേസും കൂടെ തലയിലേക്ക് വന്നേനോന്ന് പറഞ്ഞു. ഈ സമയം കമൽ പറഞ്ഞു, ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. എന്ത് ചെയ്യാനാ, വരുന്നിടത്ത് വെച്ച് തന്നെ കാണാം. വക്കീലിനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പുറകെ തന്നെ നടപ്പ് തുടങ്ങിയിട്ട് എത്ര ദിവസമായി? എല്ലാത്തിനും ഒരിത് പരിധിയില്ലേ? മനുഷ്യൻ്റെ നടപ്പല്ലാതെ വേറൊന്നുമില്ല മിച്ചം. എന്തെങ്കിലും ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? അതില്ല താനും എന്നൊക്കെ പറഞ്ഞിട്ട് ശിവശങ്കരനെ ഇങ്ങനെ നെടുവപ്പെടുവാണ്. വൈജ പറഞ്ഞു, എല്ലാം അവൾ വന്നതിന് ശേഷം അലീന എന്ന് പറയുന്നവൾ, അവൾ വീട്ടിൽ എന്ന് കാലെടുത്ത് വെച്ചോ അതിന് ശേഷം തുടങ്ങിയ കാര്യങ്ങളതെല്ലാം. അവൾ വന്നില്ലായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ലായിരുന്നു പറഞ്ഞു. അപ്പോഴേക്കും ശിവശങ്കരൻ പറഞ്ഞു, നീ എന്ത് വർത്താനോ പറയണേ? അവൾ വന്നതിന് ശേഷമാണ്. നിനക്ക് നാണമുണ്ട് ഇങ്ങനെയൊക്കെ പറയാനായിട്ട്? നീ ഒന്ന് ആലോചിച്ച് നോക്കി. അവൾ വന്നാലും വന്നില്ലേലും സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചിട്ടുള്ളൂ. അവൾ വന്നുകൊണ്ട് എന്താ? അവൾക്ക് നേരെ ദ്രോഹം ഉണ്ടായില്ലേ? നീ ഇങ്ങനെയൊന്നും പറയല്ലേ വൈജയ്? അവസാനം ഞാൻ ഒന്നും പറയണില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശിവശങ്കരൻ പറയാൻ വന്നത് അങ്ങോട്ട് വിഴുങ്ങി. ആ സമയത്ത് കമല പറഞ്ഞു, എന്തിനാ ശിവേട്ട വൈജയനെ കുറ്റപ്പെടുത്തുന്നേ? അതിന് അവളുള്ള കാര്യമല്ലേ പറഞ്ഞേ? നീയും കൂടെ സപ്പോർട്ട് ചെയ്താണ്ടല്ലോ ഞാൻ പിന്നെ എന്തൊക്കെയാണ് പറയണേ ചെയ്യുന്നതെന്ന് എനിക്ക് പോലും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ദേഷ്യപ്പെട്ടു ശിവശങ്കരൻ അങ്ങോട്ടേക്ക്. പിന്നെ കമലയും വൈജയും കൂടുതലായിട്ടൊന്നും മിണ്ടാൻ പോയില്ല. പിന്നീട് ബാലേന്ദ്രൻ എന്ത് ചെയ്തു? ബാലേന്ദ്രൻ നേരെ പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോകണം. കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുവരെയായിട്ട് ഷോപ്പ് തുറന്നിട്ടില്ല. ഷോപ്പ് തുറക്കണമെങ്കിൽ ഇനിയിപ്പോൾ പോലീസ് പ്രൊട്ടക്ഷനൊക്കെ വേണ്ടി വരും. കാരണം ആൾക്കാരുടെയൊക്കെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്ന് അറിയത്തില്ല. ടെക്സ്റ്റൈൽ ഷോപ്പാണെങ്കിൽ ജ്വല്ലറി ആണെങ്കിലും തുറന്നിട്ടില്ല. അങ്ങനെ SIയെ പോയി കാണുവാണ്. അയാളെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വിളിച്ചു, എന്താ ഭാര്യേന്ദ്രൻ കാര്യം എന്താണെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഭാര്യേന്ദ്രൻ കാര്യം പറയണം, സാറേ കുറേ ദിവസമായി ഷോപ്പ് തുറന്നിട്ട്, ഷോപ്പ് തുറക്കണമെങ്കിൽ പോലീസ് പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ വേണ്ടി വരുമായിരിക്കും. ഒരു പക്ഷേ ഷോപ്പ് തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാരുടെ പ്രതികരണം എങ്ങനെയാണെന്ന് അറിയത്തില്ല, അതുകൊണ്ടൊരു പേടിയുണ്ട്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും
എസ് ഐ പറഞ്ഞു, കൊള്ളാം, നല്ല കഥയായി. പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടെന്നും പറഞ്ഞിട്ട് വന്ന് പ്രകടനം നടത്തുന്നവരോ കത്തിക്കാൻ വരുന്നവരോ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരു കാരണവശാലും ഇല്ല. അല്ല, അലീന കോളനിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ സംഭവിച്ചത് എന്താണെന്നറിയാലോ? മണ്ണെണ്ണ ഒഴിച്ച് അവളെ തീ കൊളുത്താനാണ് ശ്രമിച്ചത്. അപ്പം പിന്നെ ബാലേന്ദ്രൻ കട തുറന്ന് വെച്ചുകൊണ്ട് നിന്നിട്ടുണ്ടെങ്കിലേ കത്തിക്കാൻ വരുന്നവർ കത്തിക്കും. പിന്നെ ബാലേന്ദ്രൻ്റെ കടയ്ക്ക് മാത്രം ആയിരിക്കില്ല കുഴപ്പം വരുന്നത്. അവിടെ അടുത്തടുത്ത് 19ഓളം കടകളുണ്ട്. അതെല്ലാം കൂടെ കത്തി നശിക്കും. അതിനാര് സമാധാനം പറയുമെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, സാറേ എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് ഷോപ്പ് തുറക്കാതിരിക്കാൻ പറ്റുമോ? എത്ര ദിവസം എങ്ങനെ മുന്നോട്ട് പോകും? അതൊക്കെ പറഞ്ഞിട്ടൊന്നൊരു കാര്യമില്ല. മക്കളെയൊക്കെ നേരെ ചൊവ്വേ വളർത്തിയില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും ബാലേന്ദ്ര എന്ന് പറഞ്ഞു. ബാലേന്ദ്രൻ പറഞ്ഞു, സാറേ ഇങ്ങനത്തെ വർത്താനം പറയരുത്. അതിന് അവന് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനിപ്പോൾ ശിക്ഷ അനുഭവിക്കുന്നുണ്ട്, ജയിലിൽ കിടക്കുന്നില്ലേ? അതൊക്കെ ബാലേന്ദ്രന് പറയാം. പക്ഷേ ആ പെൺകുട്ടിക്ക് നഷ്ടപ്പെട്ടതോ? അതിൻ്റെ മാനം, അതിൻ്റെ ജീവിതം എല്ലാം തകർന്നു പോയില്ലേ? അതിനാര് സമാധാനം പറയും? നിങ്ങളുടെ മകന് ശിക്ഷ അനുഭവിച്ചാൽ മതി. പക്ഷേ ആ പെൺകുട്ടിയുടെ ഭാവി എന്താവും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ മകൾക്ക് ഇങ്ങനെ ഒരു ദുർഗതി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിച്ചു. ബാലേന്ദ്രൻ അതിന് ഉത്തരവില്ല. അല്ലെങ്കിലും ബാലേന്ദ്രൻ എന്ത് പറയാനാ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ? ബാലേന്ദ്രൻ ആകെപ്പാടെ ടെൻഷനായിപ്പോയി. പിന്നീട് എസ് ഐ പറഞ്ഞാൽ ഒരു കാര്യം ചെയ്ത് ഒരു റിക്വസ്റ്റ് എഴുതി തന്നിട്ട് പോകും, ഒരു അപേക്ഷ എഴുതി തന്നിട്ട് പോകും, പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ ബാലേന്ദ്രനോട് പറഞ്ഞു. ഒടുവിൽ ബാലേന്ദ്രൻ അങ്ങനെ ഒരപേക്ഷ എഴുതി കൊടുത്തിട്ട് പോകണം. പോലീസ് പ്രൊട്ടക്ഷൻ വേണം. കാരണം ഇനിയിപ്പം നാളെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലീസുകാർ പറയും നിങ്ങൾക്ക് ഒന്നും പറയാൻ പാടില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ ബാലേന്ദ്രൻ അവിടെ പോയി അപേക്ഷ കൊടുത്തിട്ട് വീട്ടിലേക്ക് പോരുവാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.